ഓൺഗ്രിഡ് നമ്മൾ നേരിട്ടല്ല, ഇപ്പോൾ നമ്മൾ മറ്റൊരു ടീമിനെ ടൈപ്പ് ചെയ്തിട്ട് അത് മുഖാന്തരം ചെയ്യണം. നേരത്തെ പറഞ്ഞ ഞാൻ അതിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് നമ്മൾ ടെക്നോളജിക്കലി എറർ, അതായത് KCBയുടെ ഭാഗത്ത് നിന്ന് ഇത് പിന്നെ വോൾട്ടേജ് അതിന്റെ വോൾട്ട് ഫുള്ളിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ടെക്നിക്കൽ ആയിട്ടുള്ള ചെറിയ സ്വാഭാവികമായിട്ടും KCBനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. KCBനെ അല്ലെങ്കിൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം സോളാർ എനർജി ഇവിടെ വരിക, അല്ലെങ്കിൽ സോളാർ എനർജി ആണെങ്കിൽ അടുത്തൊരു ഫ്യൂവൽ സിസ്റ്റം ഇപ്പോൾ EV വെഹിക്കിൾസ് ഒക്കെ വരുന്ന സമയത്ത് പിന്നെ ഇതിന്റെ ആവശ്യം, കാരണം എനർജിയുടെ ആവശ്യം പ്രമാദീതമായി കൂടുകയാണ്. അപ്പൊ ഇതിന് ഒരു ശാശ്വത പരിഹാരം സോളാർ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു എന്താ പറയുക യൂണിറ്റ് വൈസ് ഉള്ള സൊല്യൂഷൻ ആണ് ഓരോ വീടുകളിലും എന്ത് ചെയ്യുക, ഒരു വീട് പവർ സ്റ്റേഷൻ ആയിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വീട് സൊല്യൂഷനിലേക്ക് വരിക എന്നുള്ളത്. അപ്പൊ അതിലിപ്പോ എനിക്ക് ഞാൻ കണ്ടിടത്തോളം ഒരു സിംപ്ലസ്റ്റ് വേ ആണ് ഓൺ ഗ്രിഡ് സിസ്റ്റം. കാരണം അതിന് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നേരെ പാനലിൽ നിന്നും നമ്മളെ KCBയിലേക്ക് വരുന്നു, KCB അതിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് തിരിച്ചു തരുന്നു. ബാക്കിയുള്ള നമുക്ക് കൂടുതൽ ഒരാൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമെങ്കിൽ അയാൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നത് നിലവിലുള്ള സംവിധാനത്തിലുള്ള. അപ്പോൾ KCB ആണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും ഇതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനല്ലേ സാധ്യത? അങ്ങനെ തന്നെയാണ് സാധ്യത. ഞാൻ പറഞ്ഞ നേരത്തെ ഈ ഓൺ ഗ്രിഡിന്റെ മറ്റൊരു ഗുണം കൂടെ ഉണ്ട്. ഒരു സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സാമൂഹിക ഗുണം കൂടെ ഉണ്ട്. നമുക്ക് വോൾട്ടേജ് ഇല്ലാത്ത പ്രശ്നം നമ്മൾ ആദ്യം എല്ലാവരും അനുഭവിച്ചിരുന്നു. ഞാൻ നേരത്തെ വോൾട്ടേജ് കൂടുതലുള്ള പ്രശ്നം പറഞ്ഞു. ഇപ്പൊ നമ്മള് ഈ വോൾട്ടേജിന്റെ പ്രശ്നം പരിഹരിച്ചത് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഓൺ ഗ്രിഡ് സിസ്റ്റങ്ങൾ വന്നോട് കൂടിയിട്ട് ലൈനിലേക്ക് വോൾട്ടേജ് ആയി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ പരിസരത്തുള്ള ഒന്നോ രണ്ടോ ആളുകളൊക്കെ ഓൺ ഗ്രിഡ് വെച്ചോട് കൂടിയിട്ട് നമ്മുടെ വോൾട്ടേജ് പ്രശ്നം ഒരു പരിധി വരെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്, കൂടുതലും കുറവും. അപ്പോ അതുകൊണ്ടുള്ള ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട്. അതുപോലെ കുറെ ആളുകൾ നോക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ അതിന്റെ വോൾട്ടേജ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ ഉപയോഗം കുറവ് എന്ന് വരുമ്പോഴാണ് ഈ വോൾട്ടേജ് കൂടേണ്ട പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ചെറിയ സിമ്പിൾ ചോദിച്ചു, വോൾട്ടേജ് എന്ന് ആളുകളോട് പറയുമ്പോൾ ഇപ്പൊ ആ വേർഡ് എല്ലാവരും ഉപയോഗിക്കുമ്പോൾ ആളുകൾക്ക് അറിയാം കറണ്ടിന്റെ പവർ റിലേഷൻ കുറയുന്നതാണ് വോൾട്ടേജ് കൂടുമ്പോൾ നമുക്ക് നല്ല പ്രകാശം കിട്ടും, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യും. ആക്ച്വലി എന്താണ് വോൾട്ടേജ് നമ്മൾ പറയുമ്പോൾ നമ്മള് അതിന്റെ ശക്തിയായിട്ട് പറയാം, ടെക്നിക്കലായിട്ട് ഇപ്പൊ എങ്ങനെയാ പറയാം. ഇപ്പൊ നമ്മളൊരു പൈപ്പിലൂടെ വെള്ളം വരുന്നുണ്ട്, 1 ഇഞ്ച് പൈപ്പാണ്. അപ്പൊ ആ 1 ഇഞ്ച് പൈപ്പിലൂടെ വെള്ളം വരുന്നത് നമ്മൾ മേലുള്ള ടാങ്ക് ഉണ്ടല്ലോ, ആ ടാങ്കിൽ വരുന്ന പ്രഷർ എത്ര ഉണ്ടോ ആ പ്രഷറിനനുസരിച്ചുള്ള വെള്ളം സ്പീഡിൽ വരും, നമുക്ക് കിട്ടുന്നുണ്ട്. വരുന്ന സ്പീഡ് ഉണ്ട്. അത് നമുക്ക് ആംപായിട്ട് കണക്കൂട്ടാം. അതായത് നമ്മുടെ ശക്തി ഉണ്ട്, അത്ര വരുന്ന ശക്തിയായിട്ട് നമുക്ക് കണക്കൂട്ടാം. അതിന്റെ ആ വ്യാസം ഉണ്ടല്ലോ പൈപ്പിന്റെ, ഓരോ ഇതിന് വേണ്ട സിമ്പിൾ ആയിട്ടാണ് അതിന്റെ ഒരു പിന്നെ അതെ. അപ്പോൾ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ വരുന്ന പൈപ്പിന്റെ വ്യാസം. അപ്പോൾ ഇത് രണ്ടും കൂടെ റെഡി ആണെങ്കിൽ തന്നെയാണ് നമ്മളൊരു വർക്ക് കറക്റ്റ് ആവും. അപ്പോൾ ആ രീതിയിൽ വേണം. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ അങ്ങനെ 220 വോൾട്ടാണ് നമ്മളെ പ്രൊഡക്റ്റുകൾ തന്നെ വർക്ക് ചെയ്യേണ്ടത്. നമ്മുടെ ശരാശരി വോൾട്ട് 220. അതിൽ ഇപ്പോ കുറച്ച് കുറയാം, ഒരു 10% എങ്ങനെയായാലും കുഴപ്പമില്ല, കൂടെ കുറെ ആവാം. മാക്സിമം 240 വരെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ പോലെ കുഴപ്പമില്ലാതെ നിൽക്കും. 220 230 എല്ലാ പ്രൊഡക്റ്റിനും മുകളിൽ പറഞ്ഞിട്ടുണ്ടാവും. 240 വരെ കുഴപ്പമില്ല. പക്ഷെ അതിന് മുകളിൽ പോകുന്ന നമ്മുടെ പ്രൊഡക്റ്റിന്റെ ലൈഫിനെ ബാധിക്കും. അത് 250 260 അത് പ്രശ്നം തന്നെയാണ്. വളരെ കുറയുമ്പോൾ അതും പ്രശ്നമാണ്. വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് കറണ്ട് ബില്ല് കൂടാൻ സാധ്യത കൂടുതലാണ്. അതിന്റെ പുറമെ നമ്മൾ അതും പ്രൊഡക്റ്റിന്റെ ലൈഫിനെ ബാധിക്കും. ശരാശരി മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നുള്ളതാണ്. പിന്നെ ചോദ്യമായിരുന്നു, അതായത് നമ്മൾ ഈ ടെക്നിക്കൽ പ്രശ്നങ്ങളൊക്കെ ഗവൺമെന്റ് ആണെങ്കിലും KCB ആണെങ്കിലും അത് പരിഹരിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതി ആയിരിക്കും ഉണ്ടാവുക. അതെ, അങ്ങനെ തന്നെ വേണമെന്നാണ് നമ്മളും താല്പര്യം. അങ്ങനെ വരണം എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ ഇത് അങ്ങനെ പോയാൽ പറ്റൂ. പക്ഷെ നിലവിലുള്ള ഒരു സാഹചര്യം വെച്ചിട്ട് പെട്ടെന്ന് അങ്ങനെ ഒരു സാധ്യത കാണുന്നില്ല. നമ്മൾ മനസ്സിലാക്കിയോടത്തോളം പറഞ്ഞിടത്തോളം. കാരണം ഇതിൽ എന്ത് വേണമെന്ന് വെച്ചാൽ ഇതിലെ ടെക്നിക്കലി ഈ പ്രൊഡക്റ്റ് ക്ലിയർ ആയിട്ട് വരണം. ഓൺ ഗ്രിഡിന്റെ സിസ്റ്റം, നിലവിലുള്ള സിസ്റ്റം മാറിയിട്ട് പുതിയ ടെക്നോളജി വരണം. ഹൈബ്രിഡ് സിസ്റ്റം അതിനൊരു പിന്നെ പരിഹാരമാണ്. ഹൈബ്രിഡ് സിസ്റ്റത്തിൽ ബാറ്ററിയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സിസ്റ്റമാണ്. അതാവുമ്പോൾ ഈ ഒരു വിഷയം ഒരു പരിധി വരെ അത് പരിഹരിക്കും. ഈ ഫ്യൂച്ചറിൽ KCB ഇനി ഹൈബ്രിഡ് സിസ്റ്റം മാത്രം അനുവദിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഉറപ്പല്ല കേട്ടോ. ഇതിന്റെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊരു പക്ഷേ ഹൈബ്രിഡ് സിസ്റ്റം മാത്രം അനുവദിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അത് നോക്കുമ്പോൾ ഓൺ ഗ്രിഡ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മളെ പിന്നെ നമ്മൾ ഒരു സാധ്യത റിയാലിറ്റിയാണ്. അങ്ങനെ അല്ലാത്ത രീതിയിൽ വന്നേക്കാം. അതിപ്പോ ഒരാൾ ഓൺ ഗ്രിഡ് വെച്ചു അത് ഹൈബ്രിഡിലേക്ക് ചേഞ്ച് ചെയ്തു. അങ്ങനെ പ്രശ്നം രണ്ട് സിസ്റ്റമാണ്. ഇൻവെർട്ടർ സിസ്റ്റം ഒക്കെ മാറ്റാനുണ്ട്. പിന്നെയും ഈ ഓൺ ഗ്രിഡ് ചെയ്ത ആൾക്കാർ പിന്നെയും പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അത് ഓരോന്നും അതിൻ്റെതായ സിസ്റ്റം ആണ്. ഹൈബ്രിഡ് വെക്കുന്ന ഹൈബ്രിഡ് ഇപ്പം നോക്കാം. ഹൈബ്രിഡ് അവൈലബിൾ ആണ്. അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് ഓൺ ഗ്രിഡിലേറെ ഓഫ് ഗ്രിഡിലേറെ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. അതായത് ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും കൂടെ ചേർന്ന ഒരു സിസ്റ്റമാണ് ഹൈബ്രിഡ്. അതിൽ ബാറ്ററി ചാർജിങ് വരുന്നുണ്ട്, നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ല, ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
നമ്മൾ ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് കൂടുന്നു പറഞ്ഞല്ലോ. ബാറ്ററി വേണം. ബാറ്ററി അപ്പൊ ബാറ്ററി ഇൻവെർട്ടറുള്ള ആളുകൾക്ക് ഒരു ബാറ്ററി ഉണ്ടാവുമല്ലോ. ഒരു ബാറ്ററി കൊണ്ട് മതിയാവില്ല. ആ സിസ്റ്റത്തിന് അതിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ബാറ്ററി വേണം. ബാറ്ററിയുടെ അധിക ചാർജ് കൂടി മതിയാവുമോ എന്നുള്ളതാണ്. അല്ല, സ്വാഭാവികമായിട്ടും ഹൈബ്രിഡ് സിസ്റ്റത്തിന് വില കൂടുതലാണ്. റേറ്റ് നല്ല മാറ്റം വരുന്നുണ്ട്. ഏകദേശം 40-60-50% കൂടുതൽ ശരാശരി പല കമ്പനിയുടെ. സേഫ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരാൾ ഹൈബ്രിഡ് ചൂസ് ചെയ്യാൻ നല്ലതാണ്. അതെ, ഹൈബ്രിഡ് ആണ് കുറച്ചും കൂടെ സേഫ് എന്നാണ്. അതെ, ഒരു തോന്നുന്ന ഒരു വിഷയം അതാണ്. ഇപ്പോ ഞാൻ ഓൾറെഡി ഓഫ് ഗ്രിഡാ ചെയ്യുന്നത്. അതുകൊണ്ട് ഓഫ് ഗ്രിഡിന്റെ മേന്മ മാത്രം പറയാനുള്ളതല്ല, റിയാലിറ്റി പറഞ്ഞു എന്നുള്ളതാണ്. ഞാൻ നേരിട്ട് ചെയ്യുന്നത് നമ്മൾ നേരിട്ട് ചെയ്യുന്നത് ഓഫ് ഗ്രിഡാണ്. ഇപ്പോ ഇതുവരെ ഞാൻ എന്താണ് വിളിക്കുന്നത് അതിന്റെ മേന്മ അല്ല ഞാൻ പറഞ്ഞത്, മറ്റുള്ളതിന്റെ ഗുണങ്ങളാണ് പറഞ്ഞത്. അതിന് ദോഷമുണ്ട് എന്നുള്ള പറഞ്ഞാണ്. അതേപോലെ തന്നെ ഓഫ് ഗ്രിഡിനും എന്തുണ്ട്, ഗുണങ്ങളുണ്ട്, ദോഷമുണ്ട്. ഓഫ് ഗ്രിഡിനുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ വോൾട്ടേജിന്റെ പ്രശ്നം. ഇപ്പൊ നമ്മള് ഇത്ര ക്യാഷ് മുടക്കിയിട്ട് നമ്മൾ ഈ ഓൺ ഗ്രിഡ് സിസ്റ്റം വെച്ച് കഴിഞ്ഞാലും വോൾട്ടേജ് വ്യതിയാനം നമ്മൾ അനുഭവിക്കണം, പവർ കട്ട് നമ്മൾ അനുഭവിക്കണം. നമുക്ക് അതുകൊണ്ട് കിട്ടുന്ന മെച്ചം എന്ന് വെച്ചാൽ നമുക്ക് രാത്രി കറണ്ട് AC അതുപോലെ ഹൈ വാട്ട്സ് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് സോളാർ ഉപയോഗിച്ച് ബില്ല് ഫ്രീ ആക്കുക എന്നുള്ള കാര്യം മാത്രമാണ് നമുക്ക് അതുകൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ്. അതാണ് ഇപ്പോഴത്തെ KSEBിന്റെ ഈ ബില്ലിംഗ് സിസ്റ്റം അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് നമുക്ക് ബില്ല് ഫ്രീ ആക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോ പുതിയ റെഗുലേറ്ററി കമ്മീഷന്റെ ഒക്കെ തീരുമാനം അനുസരിച്ചുള്ള മീറ്ററിംഗ് സിസ്റ്റം ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതും അസ്തമിച്ചു. ഉദാഹരണത്തിന് ഇപ്പോ ഈ 3.15 ആക്കി 2.69 ആയിരുന്നു ഒരു യൂണിറ്റിന് ഇതുവരെ ഇങ്ങോട്ട് കിട്ടുന്നത്. ഇപ്പൊ 3.15 ആക്കി. അതിനെ KSEB ആദ്യം അങ്ങോട്ട് തന്നിട്ടുള്ള ഒരു സിസ്റ്റത്തിലാണോ എന്നുള്ള സംശയിക്കേണ്ട ഫലമായിട്ട് ഇനി വരുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിന് 3.15 വെച്ചിട്ട് നമുക്ക് ക്യാഷ് തരും. നമ്മൾക്ക് ഉപയോഗിക്കുന്നതിന് നമ്മളെ മീറ്ററിന് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ ചെയ്യേണ്ടി വരും. സ്വാഭാവികമായിട്ടും ഇത്ര കൂടുതൽ ഉപയോഗം വരുന്ന ഒരാൾക്ക് ഒരു യൂണിറ്റിന് 8 രൂപ 50 പൈസ KSEB കൊടുക്കേണ്ടി വരും. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ജാഫർബൈക്ക് ഞാൻ ഓൺ ഗ്രിഡ് സിസ്റ്റം ഒരു 3 കിലോവാട്ട് നിങ്ങൾക്ക് ഒരു 4,500 ബില്ല് വരുന്നത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് 3 കിലോവാട്ട് സോളാർ സിസ്റ്റം വെച്ച് തന്നു ഓൺ ഗ്രിഡില്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു 10 യൂണിറ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, 10 യൂണിറ്റ് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു യൂണിറ്റിന് 3 രൂപ 15 പൈസ വെച്ചിട്ട് 10 യൂണിറ്റ് നിങ്ങൾക്ക് 30 രൂപ 51 രൂപ 50 പൈസ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് നിങ്ങൾക്ക് ബില്ല് ഫ്രീ ആയി. അല്ലാതെ നിങ്ങൾ മൊത്തം ഉപയോഗിച്ചു, അത് നിങ്ങൾ ബറാബറായി ഫ്രീ ആയിട്ട് പോവാണ്. പക്ഷേ ഈ ബില്ലിന്റെ സിസ്റ്റം വന്നു കഴിഞ്ഞെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ 20 അല്ലെങ്കിൽ 10 യൂണിറ്റ് അങ്ങോട്ട് കൊടുത്തതിന് നിങ്ങൾക്ക് കിട്ടുന്നത് 31 രൂപയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 10 യൂണിറ്റ് ഉപയോഗിച്ചതിന് നിങ്ങൾ 85 രൂപ അങ്ങോട്ട് കൊടുക്കുമാട്ടെ. അപ്പൊ നിങ്ങൾ വെച്ചുകൊണ്ട് പോകാൻ നിൽക്കില്ല. അത് നിങ്ങൾ വീണ്ടും ഫ്രീ ആക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളൊരു 9 കിലോവാട്ടും കൂടെ മിനിമം നിങ്ങൾ വെക്കേണ്ടി വരും. നമുക്ക് എക്സ്പെൻസീവ് ആവുകയാണ്. KSEB ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നാൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. നേരെ കുറച്ച് നമ്മൾ പഠിച്ചതിനനുസരിച്ച് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ പീക്ക് ടൈമിലുള്ള വൈദ്യുതി KSEB 12 രൂപ കൊടുത്തിട്ടാണ്. ആശങ്ക ഉണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ലെവലിൽ അതിലൊരു ഉറപ്പ് തരണം, ഒരു ഉറപ്പ് തരണം. ചെയ്യൂല എങ്ങനെ തന്നെ വരുള്ളൂ എന്നൊരു ഉറപ്പ് കിട്ടുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ നിലവിലുള്ള സിറ്റുവേഷൻ അനുസരിച്ച് യൂണിറ്റിന്റെ ചാർജ് വർദ്ധിപ്പിക്കും. അല്ല, യൂണിറ്റിന് സെപ്പറേറ്റ് ആവും. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് എത്ര കൊടുത്തു അത് നമ്മൾ കഴിഞ്ഞതിന് ശേഷം എക്സ്ട്രാ ഉപയോഗിക്കാൻ മാത്രം KSEB ക്യാഷ് കൊടുത്താൽ മതി. ഇനി അങ്ങനെയല്ല, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിന് ഒരു പ്രൈസാണ്, നമ്മൾ ഇങ്ങോട്ട് തരുന്നതിന് ഒരു പ്രൈസാണ്. അല്ല നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിന് 850 വെച്ച് നമുക്ക് തരണം. അതിന്റെ ഒരു തെരുവില എന്നുള്ളതാണ് തോന്നുന്നത്. KSEBിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ പീക്ക് ടൈമിൽ KSEB നിലവിൽ 12 രൂപ കൊടുത്തിട്ടാണ് പുറത്തുനിന്ന് കറണ്ട് കിട്ടുന്നത്. അതെ അതെ. അപ്പൊ പകല് 3 രൂപ 15 പൈസ വെച്ചുള്ള കറണ്ട് അങ്ങോട്ട് വാങ്ങിയിട്ട് ഈ 12 രൂപക്ക് വാങ്ങുന്ന കറണ്ടാണ് KSEB നമുക്ക് ഇങ്ങോട്ട് തരുന്നത് പീക്ക് ടൈമിൽ. അതിന്റെ പ്രസരണ നഷ്ടവും അതിന്റെ മറ്റുള്ള ചെലവുകളെല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ ഏകദേശം എന്തായാലും 13 രൂപന്റെ മേലേക്ക് 13.50 മേലേക്ക്